ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് വരുന്നത് രക്തഗ്രൂപ്പാണ്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. കാൾ ലാൻഡ്സ്റ്റൈനറാണ് രക്തഗ്രൂപ്പ് കണ്ടെത്തിയത്. മനസ്സിലായല്ലോ, കാൾ ലാൻഡ്സ്റ്റൈനർ. ചുവന്ന രക്താണുവിൻ്റെ ഉപരിതലത്തിലുള്ള എ, ബി എന്നീ ആൻറ്റിജനുകളുടെ സാന്നിധ്യമാണ് രക്തത്തെ ഗ്രൂപ്പുകളാക്കുന്നതിന് ആധാരം. RH ഫാക്ടറാണ് രക്തഗ്രൂപ്പ് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് നിശ്ചയിക്കുന്നത്. കാൾ ലാൻഡ്സ്റ്റൈനറാണ് RH ഫാക്ടറും കണ്ടെത്തിയത്. O പോസിറ്റീവാണ് ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന രക്തഗ്രൂപ്പ് എന്നത്. AB നെഗറ്റീവാണ് ഏറ്റവും കുറവായി കാണപ്പെടുന്ന രക്തഗ്രൂപ്പ്. ലോകത്തിലെ ഏറ്റവും അപൂർവമായി ആളുകളിൽ കാണപ്പെടുന്ന രക്തഗ്രൂപ്പാണ് ബോംബെ ഗ്രൂപ്പ് എന്നത്. പോസിറ്റീവ് ഗ്രൂപ്പാണോ RH ഫാക്ടർ ഉള്ള രക്തമായിരിക്കും. നെഗറ്റീവ് ഗ്രൂപ്പാണെങ്കിൽ RH ഫാക്ടർ ഇല്ലാത്ത രക്തമായിരിക്കും. രക്തദാനം ചെയ്യുമ്പോൾ പരസ്പരം യോജിക്കാത്ത രക്തഗ്രൂപ്പുകൾ തമ്മിൽ ചേരുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് അഗ്ലൂട്ടിനേഷൻ എന്ന് പറയുന്നത്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ലോഹം എന്നത് കാൽസ്യവും ജീവകം എന്ന് പറയുന്നത് ജീവകം കെയുമാണ്. O ഗ്രൂപ്പിന് ആൻറ്റിജൻ ഇല്ല. AB ഗ്രൂപ്പിന് ആൻറ്റിബോഡിയും ഇല്ല. ആദ്യമായി കൃത്രിമമായി നിർമ്മിച്ച രക്തമാണ് ഹീമോപ്യൂവർ എന്നത്. RH ഘടകം ഇല്ലാത്ത രക്തമുള്ള മാതാവ് RH ഘടകമുള്ള കുഞ്ഞിനെ ഗർഭം ധരിക്കുമ്പോൾ ഗർഭസ്ഥ ശിശുവിൻ്റെ ചുവന്ന രക്താണുക്കൾ നശിക്കാൻ കാരണമാകുന്ന അവസ്ഥയാണ് എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസിസ് എന്ന് പറയുന്നത്. 300 ml രക്തമാണ് ഒരാൾക്ക് ഒരു ടൈം ദാനം ചെയ്യാൻ കഴിയുന്ന രക്തത്തിൻ്റെ അളവ് എന്നത്. ഇനി നമുക്ക് രക്തഗ്രൂപ്പുകളും ആൻറ്റിജനും ആൻറ്റിബോഡികളും ദാനം ചെയ്യാൻ കഴിയുന്നവരും സ്വീകരിക്കാൻ കഴിയുന്നവരെ കുറിച്ച് നോക്കാട്ടോ. A ബ്ലഡ് ഗ്രൂപ്പുകാരൻ്റെ ആൻറ്റിജൻ എന്ന് പറയുന്നത് A ആണ്. ആൻറ്റിബോഡി വരുന്നത് B യുമാണ്. ദാനം ചെയ്യാൻ കഴിയുന്നതെന്ന് പറയുന്നത് A ഗ്രൂപ്പുകാർക്കും കൊടുക്കാൻ പറ്റും, AB ഗ്രൂപ്പുകാർക്കും കൊടുക്കാൻ വേണ്ടി പറ്റും. സ്വീകരിക്കാൻ കഴിയുന്നത് A ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളവർക്കും O ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളവർക്കുമാണ് കേട്ടോ. B രക്തഗ്രൂപ്പ് ഉള്ളവർക്ക് അവരുടെ ആൻറ്റിജനുകൾ എന്ന് പറയുന്നത് B തന്നെയാണ്. ആൻറ്റിബോഡി എന്ന് പറയുന്നത് A ആണ്. B ബ്ലഡ് ഗ്രൂപ്പുകാർക്ക് ദാനം ചെയ്യാൻ കഴിയുന്നത് B ഗ്രൂപ്പുകാർക്കും AB ഗ്രൂപ്പുകാർക്കുമാണ് കേട്ടോ. അത് സ്വീകരിക്കാൻ കഴിയുന്നത് B ഗ്രൂപ്പുകാർക്കും O ഗ്രൂപ്പുകാർക്കുമാണ്. ഇനി AB രക്തഗ്രൂപ്പുള്ളവരുടെ ആൻറ്റിജൻ എന്ന് പറയുന്നത് Aയും Bയും ആണ്. ആൻറ്റിബോഡി അവർക്ക് ഇല്ല കേട്ടോ. ദാനം ചെയ്യാൻ കഴിയുന്നത് AB കാർക്ക് മാത്രമാണ്. സ്വീകരിക്കാൻ കഴിയുന്നത് A ബ്ലഡ് ഗ്രൂപ്പായിരിക്കും സ്വീകരിക്കാം. B ഉള്ളവർക്കും Aയും Bയും ഉള്ളവർക്കും Oയും ഉള്ളവർക്ക് സ്വീകരിക്കാം കേട്ടോ. ഇനി O ബ്ലഡ് ഗ്രൂപ്പുകാരുടെ കുറിച്ചാണ് പറയുന്നത്. അവർക്ക് ആൻറ്റിജനുകളില്ല. ആൻറ്റിബോഡി എന്ന് പറയുന്നത് Aയും Bയും ആണ്. ദാനം ചെയ്യാൻ കഴിയുന്നത് ആർക്കൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ A കാർക്കും B, AB ഉള്ളവർക്കും O പോസിറ്റീവ് ഉള്ളവർക്കും O ഗ്രൂപ്പാണ് കേട്ടോ ഉദ്ദേശിച്ചത്. ഇനി സ്വീകരിക്കാൻ കഴിയുന്നത് O കാർക്ക് മാത്രമേ, O ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളവർക്ക് മാത്രമേ സ്വീകരിക്കാൻ കഴിയുള്ളൂ. രക്തഗ്രൂപ്പിനെ കുറിച്ച് ഡീപ്പായിട്ട് തന്നെയാണ് ഈ ടോപ്പിക്കിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ടോപ്പിക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണും വരെ ബായ്.